കേരള സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ എത്തും. രാഷ്ട്രപതി എത്തുന്നതോടെ അതനുബന്ധിച്ച് കടുത്ത ഗതാഗത നിയന്ത്രണമാണ് സിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 11:30 കുമരകത്ത് നിന്ന് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ഹെലിപാഡിൽ ഇറങ്ങും. മന്ത്രി പി രാജീവ്, മേയർ എം അനിൽകുമാർ, ഹൈബി ഈഡൻ എം പി, ടി ജെ വിനോദ് MLA, ദക്ഷിണ നാവികസേന മേധാവി തുടങ്ങിയവർ രാഷ്ട്രപതിയെ സ്വീകരിക്കും. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം വളരെ ദീർഘമായ ഒരു കേരള സന്ദർശനം തന്നെയായിരുന്നു രാഷ്ട്രപതിയുടേത്. ഇതിപ്പോൾ 4ാം ദിവസം എത്തി നിൽക്കുന്നു. ഇന്ന് രാഷ്ട്രപതിയുടെ മടക്കമാണ്. കൊച്ചിയിലേക്ക് എത്തി അവിടെ ചില പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങുക രാഷ്ട്രപതി. അപ്പോൾ ഇന്ന് കൊച്ചിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം മാത്രമല്ല, രാഷ്ട്രപതി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ, ഇന്നത്തെ രാഷ്ട്രപതിയുടെ പരിപാടികൾ, അതൊക്കെ എങ്ങനെയാണ്? ആര്യ, ഇന്നലെ കോട്ടയത്തെയും ശിവഗിരിയിലെയും പരിപാടികൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം കുമരകത്ത് താജ് റിസോർട്ടിലാണ് രാഷ്ട്രപതി താമസിച്ചിരുന്നത്. അവിടെ നിന്നൊരു 11:30 കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നാവികസേനാ വിമാനത്താവളത്തിലാണ് കൊച്ചിയിലേക്ക് എത്തുക. അവിടെ സ്വീകരിച്ച ശേഷമാണ് 11:55 സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രപതി ആയിരിക്കും. അവിടേക്ക് എത്തും. അതിനുശേഷം ഈ വീണ്ടും ഈ ഹെലിപ്പാഡിലെത്തിയ ശേഷമാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുക. 1:55 രാഷ്ട്രപതിക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഫ്ലൈറ്റ്. എന്തായാലും 1:55 ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് പ്രത്യേകിച്ചും നേവൽ ബേസ് മുതൽ തേവര MG റോഡ്, ജോസ് ജംഗ്ഷൻ, BTH, പാർക്ക് അവന്യൂ റോഡ്, മേനക, ഷൺമുഖം റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. രാഷ്ട്രപതി എത്തുന്ന സമയം മുതൽ മടങ്ങിപ്പോകുന്നത് വരെ, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. 1:55 രാഷ്ട്രപതി മടങ്ങിപ്പോകുന്നത്. 1:30 എന്തായാലും കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നേവൽ ബേസിന്റെ വിമാനത്താവളത്തിലാണ് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഇന്ന് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണമുണ്ട് രാഷ്ട്രപതി എത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് പ്രേക്ഷകരൊന്ന് ശ്രദ്ധയിൽ വെച്ചിരിക്കുക.